വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MT മുഹമ്മദ്, ചേന്നമംഗല്ലൂർ. ചിരിക്കാനും ചിന്തിക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ഈ സവിശേഷതയാണ്. തമാശ പറയാനും നർമ്മബോധത്തോടെ കാര്യങ്ങളെ കാണാനും കഴിയുമ്പോഴാണ് ജീവിതത്തിന് സന്തോഷവും അർത്ഥവും ഉണ്ടാകുന്നത്. ചിരിച്ചു മരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. തമാശയുടെ ഒരു പാരമ്യതയാണത്. ചില ആളുകൾ സ്വാഭാവികമായി നർമ്മബോധമുള്ളവരായിരിക്കും. കേരളീയ സാമൂഹ്യ ജീവിതവും സാഹിത്യവും നർമ്മസമ്പന്നമായിരുന്നു. നമ്പൂതിരി ഫലിതങ്ങളും മാപ്പിള തമാശകളും ചിരപരിചിതമാണല്ലോ. അല്ലാ, കമ്പ്യൂട്ടർ വന്നാൽ ഓനും കൊടുക്കേണ്ടി വരുമല്ലോ കൈക്കൂലിയെന്ന് പണ്ടൊരു മാപ്പിള കാര്യമായി പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരും ചാക്യാരും നർമ്മത്തിലൂടെ ശക്തമായ സാമൂഹ്യ വിമർശനം നടത്തിയവരാണ്. തോലകവിയും മുല്ലാ നാസറുദ്ദീനും തെന്നാലി രാമനും ബീർബലുമെല്ലാം നമ്മെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കരളെരിഞ്ഞാലും തലപുകഞ്ഞാലും ചിരിക്കണമതേ വിദൂഷകധർമ്മം എന്ന് കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ചിരിച്ചാലും മരിക്കും, ചിരിച്ചില്ലേലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചുകൂടെ എന്ന മട്ടായിരുന്നു പണ്ട്. എന്നാൽ ഇന്ന് മലയാളി ചിരിക്കാൻ മറന്നുപോകുന്നില്ലേ? കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളെ നർമ്മത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു നമ്പ്യാരും ചാക്യാരുമെല്ലാം. കൊട്ടാരത്തിലെ മോശം ഭക്ഷണത്തെക്കുറിച്ച് ആരും പരാതി പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷെ നമ്പ്യാർ പശു ചാണകമിടുന്നത് കണ്ടപ്പോൾ പക്കത്താണോ പയ്യെ നിനക്കും ഊണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട സാമൂതിരി ഭക്ഷണത്തിന്റെ മോശം അവസ്ഥ മനസ്സിലാക്കി തിരുത്തിച്ച കഥയുണ്ട്. ചാർലി ചാപ്ലിൻ തന്റെ ഡിക്റ്റേറ്റർ പോലുള്ള സിനിമകളിലൂടെ ഹിറ്റ്ലറുടെ ക്രൂരതകളെയും ഏകാധിപത്യത്തെയും ഫലപ്രദമായി വിമർശിക്കുന്നു. ഹിറ്റ്ലർ ചാപ്ലിന്റെ ആരാധകൻ കൂടിയായിരുന്നു. പ്രേക്ഷകരെ രസിപ്പിക്കുന്നതോടൊപ്പം നർമ്മം സാമൂഹ്യ വിമർശനത്തിലുള്ള ഒരു തിരുത്തൽ ശക്തിയായി കൂടി പ്രവർത്തിക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിൽ ബഷീർ, VKN, സഞ്ജയൻ, വേളൂർ കൃഷ്ണൻകുട്ടി, ചെമ്മനം ചാക്കോ തുടങ്ങിയവർ ചിരിയിലൂടെയും ചിന്തയിലൂടെയും സാമൂഹ്യ വിമർശനം നടത്തിയവരാണ്. ചിരിയും തമാശയും ജീവിതത്തിന്റെ ഭാഗമാക്കണം. സന്തോഷകരമായ ജീവിതത്തിന്റെ ഔഷധമായി നർമ്മത്തെ കാണണം. നമ്മുടെ ഒരു ദിനം തുടങ്ങുന്നത് കണ്ണാടിയിൽ നോക്കി നമ്മോട് തന്നെ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കുക. അയാം ഓക്കെ, മറ്റുള്ളവർ ഓക്കെ ആണെന്ന് വിശ്വസിക്കുക. ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ ദിവസം തുടങ്ങുക. ചിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ചിന്തയും മനോഭാവവും അനുകൂലമാവണം. കാര്യങ്ങളെ അല്പം ലാഘവത്തോടെ കാണാനും ശ്രമിക്കണം. ചിരി ഒരു ചികിത്സയാണ് മനസ്സിനും ശരീരത്തിനും. ചിരിക്കുമ്പോൾ മനസ്സിന്റെ പിരിമുറുക്കം കുറയുന്നു, ഹാപ്പിനെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, മുഖത്തെയും മറ്റു ശരീരപേശികളും അയയുന്നു, പ്രതിരോധശേഷി കൂടുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നു, കാര്യങ്ങൾ ഒരു പോസിറ്റീവ് ഭാവം കൈവരിക്കുന്നു. ദേഷ്യപ്പെടുമ്പോൾ എല്ലാം മറിച്ച് സംഭവിക്കുന്നു. ചിരിക്കുന്ന മുഖം സൗഹൃദത്തിന്റെയും ഒരു പോസിറ്റീവ് സ്ട്രോക്കിന്റെയും ഫലമാണ് മറ്റുള്ളവരുണ്ടാക്കുന്നത്. പുഞ്ചിരി ഒരു ദാനമാണെന്നാണ് നിബിവചനം. നിഷ്കളങ്കയുടെ പ്രതീകമാണ് ചിരി. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ ചിരിക്ക് പകരം മറ്റെന്താണുള്ളത്? വിടർന്നിരിക്കുന്ന പൂക്കളും ഹരിതാമായ പ്രകൃതി ഭംഗിയും പ്രകൃതിയുടെ ഒരു ചിരി തന്നെയാണ്. പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കണം ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യേണ്ടതും ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലേണ്ടതും. നാം ഒരാളെ അഭിവാദ്യം ചെയ്യുമ്പോൾ ഗൗരവത്തോടെ അല്ല, മന്ദസ്മിതത്തോടെ ആവുമ്പോൾ അത് അവരിൽ താല്പര്യം ജനിപ്പിക്കുകയുള്ളൂ. സരസമായി സംസാരിക്കാനും മറ്റുള്ളവരെ ശ്രവിക്കാനും ശ്രദ്ധിക്കണം. ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ, ഒരു മയിൽപ്പീലി ഉണ്ടെന്നുള്ളിൽ, വിരസ നിമിഷങ്ങളെ സരസമാക്കാൻ ധാരാളമാണ് എനിക്കത്. കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികളാണിത്. സരസഭാഷണങ്ങളുടെയും സ്നേഹ സൗഹൃദങ്ങളുടെയും ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചായിരിക്കാം കവി ഉദ്ദേശിച്ചത്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് ഓർക്കുക. പുഞ്ചിരിക്കുന്ന മുഖം സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകവും. ചിലർക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ മടിയാണ്. നാം ചിരിച്ചുകൊണ്ട് സമീപിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അടുത്തൊന്നു വരും. മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച ലോക ചിരി ദിനമാണെന്ന് ഓർക്കുക. ചിരി ക്ലബ്ബുകളും സൗഹൃദ കൂട്ടായ്മകളും ഉണ്ടായില്ലെങ്കിൽ മലയാളി ചിരി മറന്നുപോകും ഈ സോഷ്യൽ മീഡിയ കാലത്ത്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MT മുഹമ്മദ്, ചേന്നമംഗല്ലൂർ.